അന്ന് ഞാൻ പറയുന്നത് ആരും വിശ്വസിച്ചില്ല. എല്ലാവരും എന്നെ തെറ്റുകാരിയായി കണ്ടു. നിങ്ങൾക്ക് എങ്ങനെയാ എന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞത്? എല്ലാവരും നിന്നെ തെറ്റുകാരിയായി കണ്ടത് അവർ കണ്ട കാഴ്ചകൾ മാത്രം വിശ്വസിച്ചതുകൊണ്ടാ. ഞാൻ വിശ്വസിച്ചത് നിന്റെ കണ്ണുകളിലെ സത്യസന്ധതയാ. അവൾ കുറച്ചു മാറി അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ അവളുടെ മുഖം കൈക്കുമ്പിളിലെടുത്ത് കണ്ണീർ തുടച്ചുകൊണ്ട് പറഞ്ഞു, കരയരുത്. എത്ര തളർന്നാലും ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ കഴിയണം. നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ കരയുന്നതെന്തിനാ? നിങ്ങളൊന്നും പറയാതെ പോയപ്പോൾ എന്നോട് ദേഷ്യം ഉണ്ടാവുമെന്ന് കരുതി. ദേഷ്യം വന്നാൽ ഞാനൊന്നും മിണ്ടാതെ പോവില്ലല്ലോ, രണ്ട് തന്നിട്ടല്ലേ പോകൂ. അതും ദേഷ്യം വന്ന ഉടനെ, അല്ലാതെ രണ്ട് തരാൻ വേണ്ടി നേരം വെളുക്കട്ടെ എന്ന് വിചാരിക്കില്ല. ആഹാ, നിങ്ങൾ എന്നെ തല്ലോ? അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഒന്ന് തല്ലി നോക്ക്. തല്ലിയ നീ എന്തു ചെയ്യും? നിന്റെ കെട്ടിയവനോട് പറഞ്ഞു കൊടുക്കുവോ? അത്രയും നേരം അടുത്തു നിന്ന അവൾ ദേഷ്യത്തോടെ അവനെ തള്ളി മാറ്റി പറഞ്ഞു, അതെ, എൻ്റെ കെട്ടിയവനോട് പറഞ്ഞു കൊടുക്കും. നിങ്ങൾക്ക് അവരെക്കുറിച്ച് അറിയില്ല. എനിക്കെന്തെങ്കിലും പറ്റിയെന്നറിഞ്ഞാലേ ഇതുപോലെ രണ്ടെണ്ണം തരും എന്ന് പറഞ്ഞ് കൈ ചുരുട്ടി നെഞ്ചിലേക്ക് രണ്ടിടി വെച്ചു കൊടുത്തു. ആ, നീ എന്നെ ഇടിക്കോടി എന്ന് ചോദിച്ച് അവളെ പിടിക്കാൻ തുടങ്ങിയതും അവൾ അവനെ തള്ളിവിട്ട് ഓടി. അവൻ ബെഡിലേക്ക് വീണു. അവൾ ഓടിച്ചെന്ന് വാതിലിനടുത്തെത്തി തിരിഞ്ഞു നോക്കി പറഞ്ഞു, വേണമെങ്കിൽ കഴിക്കാൻ വന്നോ, ഞാൻ കഴിക്കാൻ പോവുക. അവൾ അവിടുന്ന് പോയപ്പോൾ അവൻ ബെഡിൽ പുറകിലേക്ക് കൈകുത്തിയിരുന്ന് പുഞ്ചിരിച്ചു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കിച്ചണിലെ ജോലികളും തീർത്ത് ഗൗരി വരുമ്പോൾ അമ്മാവൻ പറഞ്ഞു, ഗൗരിയെ, നിന്നെ നിന്റെ അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോയി വിട്ടപ്പോൾ നീ ചോദിച്ചായിരുന്നല്ലോ, നിന്റെ അമ്മ ഉറങ്ങുന്ന മണ്ണ് നിനക്ക് വേണമെന്ന്. അസ്ഥിത്തറ ചേർത്ത് 3 സെൻറ്റ് നിന്റെ പേരിൽ എഴുതിയിട്ടുണ്ട്. ഇതാ അതിൻ്റെ ആധാരം. അവൾ സന്തോഷത്തോടെ അത് വാങ്ങി. നിങ്ങൾ എപ്പോഴാ പോകുന്നത്? വൈകുന്നേരം പോവും മാമേ. വൈകുന്നേരം പോകുന്നില്ല. ഇവിടെ ചെയ്തു തീർക്കാൻ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് കഴിഞ്ഞേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് ദേവൻ അകത്തുനിന്ന് വന്നു. നീ ഗൗരിയുടെ കേസ് റീഓപ്പൺ ചെയ്യാണെന്നറിഞ്ഞു എന്ന് പറഞ്ഞ് ദിനേശൻ പുറത്തുനിന്ന് കയറി വന്നു. ഗൗരി അത് കേട്ട് ഞെട്ടി ദേവനെ നോക്കി. ഓ, നീ അറിഞ്ഞോ? മറ്റവന്മാരെ കണ്ടിരുന്നു ഞാൻ. കൊടുക്കേണ്ടതൊക്കെ നല്ലതുപോലെ കൊടുത്തപ്പോൾ തരേണ്ടതൊക്കെ അവന്മാർ തന്നിട്ടുണ്ട്. നിന്നെ കാത്തിരിക്കായിരുന്നു എന്ന് പറഞ്ഞ് അമ്മാവൻ്റെ മുന്നിലിട്ട് ദിനേശനെ തലങ്ങും വിലങ്ങും തല്ലി. എന്താടാ നീ കാണിക്കുന്നത്? എന്തിനാ എൻ്റെ മകനെ തല്ലുന്നത്? ദേവനെ തടഞ്ഞുകൊണ്ട് അമ്മാവൻ ചോദിച്ചു. തല്ലല്ല, കൊല്ലും ഞാനിവനെ, അവൻ്റെ കോളറിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ദേവേട്ടാ, വേണ്ട, എന്താ ചെയ്യുന്നത്? ദിനേശേട്ടന് വിടൂ എന്ന് പറഞ്ഞുകൊണ്ട് ഗൗരി അവൻ്റെ കൈ ദിനേശൻ്റെ കോളറിൽ നിന്ന് വിടുവിക്കാൻ ശ്രമിച്ചു. മാറി നിക്കടി എന്ന് പറഞ്ഞ് ഗൗരിയെ മാറ്റി നിർത്തി വീണ്ടും ദിനേശനെ അടിച്ച് അവൻ പറഞ്ഞു, ഈ റാസ്കൽ എന്താ ചെയ്തതെന്ന് നിനക്കറിയോ? കോമ്പൻസേഷൻ കൊടുക്കാനുള്ള തുക ഇവൻ തരാന്ന് പറഞ്ഞ് നിന്റെ കയ്യിൽ നിന്ന് എല്ലാം എഴുതി വാങ്ങി. അവന്മാരാവശ്യപ്പെട്ടിട്ടല്ല, ഇവന് വേണ്ടി. ഇവൻ ആ തുക അവർക്ക് കൊടുത്തിട്ടില്ല. എല്ലാം നിന്നിൽ നിന്ന് എഴുതി വാങ്ങിക്കാൻ വേണ്ടി അവന്മാരെ കൊണ്ട് പറയിപ്പിച്ചതാ ഇവൻ എന്ന് പറഞ്ഞ് വീണ്ടും അടിച്ചു. ഗൗരി വിശ്വസിക്കാനാവാതെ ദിനേശനെ നോക്കി നിന്നു. ദേ കാർന്നോരെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇവൾക്ക് അർഹതപ്പെട്ട ഇവളുടെ അമ്മയുടെ ഓഹരി തുല്യമായി വീതിച്ച് ഇവളുടെ പേരിൽ എഴുതി കൊടുത്തോളണം. അല്ലെങ്കിൽ മകൻ ജയിലിൽ കിടക്കുന്നത് കാണേണ്ടി വരും, വഞ്ചനാക്കുറ്റത്തിന്. അവന്മാർക്ക് കൊടുക്കേണ്ടത് കൊടുത്തപ്പോൾ എല്ലാം സമ്മതിച്ചു. ആര് പറഞ്ഞിട്ടാണ് അവർ കംപ്ലൈൻറ്റ് കൊടുത്തതെന്നും ആർക്ക് വേണ്ടിയാണ് പണം ആവശ്യപ്പെട്ടതെന്നും എല്ലാം. എവിടെ വേണമെങ്കിലും അതെല്ലാം വന്ന് പറയാൻ തയ്യാറാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. എടാ, എൻ്റെ കുടുംബത്തിൽ കയറി എന്നോട് ഓഹരി ചോദിക്കാൻ നീ ആരാടാ? നിങ്ങൾക്കുള്ള അതേ അവകാശം ഗൗരിക്കുണ്ടിവിടെ. ഞാൻ ഇവളുടെ ഭർത്താവാ. ഇവൾക്ക് വേണ്ടി ഞാൻ സംസാരിക്കും. കുട്ടിക്കാലം മുതൽ ഇവളുടെ അധികാരത്തെയും അവകാശത്തെയും നിഷേധിച്ച് നിങ്ങൾ ഇവളെ ഇവിടെ ടോർച്ചർ ചെയ്യായിരുന്നില്ലേ? അതിനെല്ലാം ചേർത്ത് നിങ്ങളുടെ പേരിൽ കേസ് കൊടുക്കണ്ടെങ്കിൽ പറയുന്നതനുസരിച്ച് തുല്യമായി വീതിച്ച് ഇവളുടെ പേരിൽ എഴുതിക്കൊള്ളണം. മഹാദേവനാ പറയുന്നത്. ഗൗരിയുടെ കയ്യിൽ നിന്ന് 3 സെൻറ്റിൻ്റെ ആധാരം വാങ്ങി അമ്മാവൻ്റെ കയ്യിൽ വെച്ചു കൊടുത്ത്, ഈ 3 സെൻറ്റ് നിങ്ങൾ തന്നെ വെച്ചേക്ക്. അനീത്തയുടെ അടുത്ത് തന്നെ നിങ്ങൾക്കും കുഴിയെടുക്കാൻ മക്കളോട് പറഞ്ഞു വെച്ചേക്ക് എന്ന് പറഞ്ഞ ശേഷം വാടി എന്ന് പറഞ്ഞ് ഗൗരിയുടെ കയ്യിൽ പിടിച്ച് അവളെ റൂമിലേക്ക് കൊണ്ടുപോയി. സന്തോഷമായോ നിങ്ങൾക്ക്? ഒഴിഞ്ഞു പോയ മാരണത്തെ വീണ്ടും വലിച്ചു കയറ്റണ്ടെന്ന് പറഞ്ഞതല്ലേ? അമ്മയെ നോക്കാൻ ഒരാളെ വേണം, അതിന് ജോലിക്ക് ആളെ നിർത്താൻ പറ്റുമോ, കൂലി കൊടുക്കണ്ടേ എന്നൊക്കെ പറഞ്ഞല്ലേ വിളിച്ചു വരുത്തിയത്. ഇപ്പം കയ്യിൽ കിട്ടിയതെല്ലാം തിരിച്ചു കൊടുക്കേണ്ട അവസ്ഥയായില്ലേ? അവൻ ഗുണ്ടയാണെന്നാണ് തോന്നുന്നത്. അവന്മാർ 2 ഹോസ്പിറ്റലിലാ. കൈക്കും കാലിനുമെല്ലാം ഒടിവുണ്ട്.
ആ ഉണ്ണികൃഷ്ണൻ വക്കീലിനും കൊടുത്തിട്ടുണ്ടെന്ന് അറിഞ്ഞത്. അവന്മാരോട് കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറ. ഇവൻ അകത്ത് കിടക്കട്ടെ. കംപ്ലൈൻറ്റ് കൊടുത്ത് അകത്താവുന്നത് അവന്മാരുടെ കൂടെ ഞാനും കൂടി ആയിരിക്കും. ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്തൊരു പെണ്ണിനെ കെണിയിൽപ്പെടുത്തി അകത്താക്കി അപമാനിച്ചതിന് കോടതി വെറുതെ വിടുമെന്നാണോ കരുതുന്നത്? അവൾക്ക് വേണ്ടി സമർത്ഥനായ ഒരു വക്കീലാ കേസെടുക്കുന്നതെന്നാ ഉണ്ണികൃഷ്ണൻ വക്കീല് അവന്മാരോട് പറഞ്ഞത്. എടാ, സമർത്ഥനായ വക്കീലിനെ നമുക്കും വയ്ക്കാം. എന്നാലും ഇനി ഒരു തരി മണ്ണ് അവൾക്ക് കൊടുക്കില്ല. ഭർത്താവിനെയും കൂട്ടി വന്നിരിക്കുക അവൾ വിഹിതം വാങ്ങിച്ചെടുക്കാൻ. അച്ഛൻ എന്തൊക്കെ വർത്തമാനായി പറയുന്നത്? അവൻ പറഞ്ഞത് കേട്ടില്ലേ? അവൾക്ക് അർഹതപ്പെട്ടത് കൊടുക്കാതെ ഇവിടെ ടോർച്ചർ ചെയ്യുന്നതിന് അച്ഛനെതിരെ കേസ് കൊടുക്കുമെന്ന്. എങ്കിൽ പിന്നെ അച്ഛൻ അകത്താവും, ഉറപ്പാ. മുമ്പ് ആരും ചോദിക്കാനും പറയാനും ഇല്ലാതിരുന്നപ്പോൾ ചെയ്തു കൂട്ടിയതുപോലെയല്ല. ഇപ്പോൾ എന്തിനും അവൻ കൂടെയുണ്ട്. ഗൗരിയെ വിളിച്ചു വരുത്തിയത് അബദ്ധമായി എന്നോർത്ത് അമ്മാവൻ അവിടെ ഇരുന്നു. അതേസമയം റൂമിലെത്തി ഗൗരി. നിങ്ങൾ പറഞ്ഞത് സത്യാണോ? കേസ് റീഓപ്പൺ ചെയ്യാണോ? അതെ. വേണ്ട, എനിക്ക് പേടിയാ. നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ പേടിക്കുന്നത്? കോടതിയിൽ അവരുടെ ഓരോ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയില്ല. മുന്നിൽ നിൽക്കുന്നത് ഒരു പെണ്ണാണെന്നോ ആരാരും ഇല്ലാത്തവളാണെന്നോ ഉള്ള ദയൊന്നും അവർക്ക് തോന്നില്ല. ജയിക്കാൻ വേണ്ടി എങ്ങനെ വേണമെങ്കിലും അപമാനിക്കും. ഓരോ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാതെ തല കുനിച്ച് നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഇനിയും എനിക്ക് വയ്യ. ഗൗരി, അങ്ങനെയൊന്നും ഉണ്ടാകില്ല. നിനക്ക് വേണ്ടി കോർട്ടിൽ പ്രസൻ്റ് ആവുന്നത് ഫേമസ് അഡ്വക്കേറ്റാ. നിന്നെ അപമാനിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ അവർ സമ്മതിക്കില്ല. വേണ്ട ദേവേട്ട, കോടതി കയറാനൊന്നും എനിക്കിനി വയ്യ. ഒരിക്കൽ ഞാൻ എല്ലാം അനുഭവിച്ചു, അപമാനിക്കപ്പെട്ടു. അതൊന്നും ഇനി ഇല്ലാതാക്കാൻ കഴിയില്ല. കേസ് നടത്തി ഞാൻ തെറ്റുകാരിയല്ലെന്ന് തെളിഞ്ഞാലും കുറച്ച് പേരറിയുമായിരിക്കും. മറ്റുള്ളവരുടെ മനസ്സിൽ ഞാൻ ആ പഴയ ഗൗരി തന്നെ ആയിരിക്കും. എന്നോട് തെറ്റ് ചെയ്തവർക്കുള്ള ശിക്ഷ മഹാദേവൻ തന്നെ കൊടുത്തോളും. കേസ് റീഓപ്പൺ ചെയ്യണ്ട. ദേവന് വല്ലാതെ ദേഷ്യം വന്നു. ഞാൻ പറയുന്നതനുസരിക്കാൻ നിനക്ക് പറ്റില്ലല്ലോ. നീ എന്നെ ഒരു അന്യനായല്ലേ കാണുന്നത്? നിന്റെ മനസ്സിൽ ഇപ്പോഴും ഭർത്താവ് അവനല്ലേ? അപ്പോൾ ഞാൻ പറയുന്നതിന് വില കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. നീ നിനക്ക് തോന്നിയത് ചെയ്യ് എന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് പോകാൻ തുടങ്ങിയപ്പോൾ അവൾ അവിടെ തടഞ്ഞു നിർത്തി. നിങ്ങൾ എൻ്റെ മനസ്സൊന്ന് കാണ്. നിങ്ങൾ പറയുന്നതിന് വില കൊടുക്കേണ്ട ആവശ്യമില്ലെന്ന് കരുതിയോ നിങ്ങൾ അന്യനാണെന്ന് കരുതിയോ അല്ല. നിങ്ങൾ എനിക്ക് വേണ്ടി നല്ലതേ ചെയ്യുമെന്ന് എനിക്കറിയാം. അത്രയും ഞാൻ അപമാനിക്കപ്പെട്ടിട്ടുണ്ട്. ഇനിയും അതിനെനിക്ക് ധൈര്യം കിട്ടുന്നില്ല. പേടി എനിക്ക്. അവൻ ദേഷ്യത്തോടെ വന്ന് ബെഡിലിരുന്നു. അവൾ കുറച്ചുനേരം അവിടെ നിന്ന് പരിങ്ങിയതിന് ശേഷം ചോദിച്ചു, പോകണ്ടേ? എവിടേക്ക്? തിരികെ. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ കുറച്ച് ജോലി കൂടെ ഉണ്ട്. വൈകിട്ടൊന്ന് പുറത്തു പോകണം. എവിടെ? നിന്റെ കെട്ടിയോനെ കാണാൻ. അവൾ ദേഷ്യത്തോടെ ചുണ്ടുകൂർപ്പിച്ച് അവനെ നോക്കി. അടുത്തു ചെന്ന് കയ്യിൽ പിടിച്ച് വലിച്ചു കൊണ്ടുവന്ന് അലമാരയിലെ കണ്ണാടിയുടെ മുന്നിൽ നിർത്തി. ഇതാ, മതി വരുവോളം കണ്ടോ എന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് പോയി. ദേഷ്യത്തോടെ ചാടിത്തുള്ളിയുള്ള അവളുടെ നടത്തം കണ്ട് ദേവന് ചിരി വന്നു. നിനക്കപ്പോൾ ദേഷ്യം വരുന്നുണ്ടല്ലേ? എൻ്റെ ആവശ്യം അത് തന്നെയാ. നിന്നെ ഞാൻ ശരിയാക്കി തരടി. എടി കാന്താരി, ഇവിടുന്ന് പോകുന്നതിന് മുൻപ് എന്നെ വിട്ടു പോകല്ലേ ദേവേട്ടാ. എനിക്ക് മനുവേട്ടനെ വേണ്ട, ദേവേട്ടൻ മതി. ഐ ലവ് യു ദേവേട്ടാ എന്ന് നിന്നെക്കൊണ്ട് പറയിപ്പിക്കുമെടി. എൻ്റെ സ്നേഹം ഞാൻ പറഞ്ഞപ്പോൾ നീ എന്താ പറഞ്ഞത്? നിന്നെ സ്നേഹിക്കുന്ന ഒരുത്തൻ നിന്നെ കാത്തിരിക്കുന്നുണ്ടെന്ന്. ഞാൻ നിന്നെ മറക്കണമെന്ന്. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ലെന്ന് ഞാൻ പറഞ്ഞതുപോലെ ദേവേട്ടനില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല മനുവേട്ടാ. മനുവേട്ടൻ എന്നെ മറക്കണമെന്ന് നീ അവനോട് പറയും എന്ന് ചിന്തിച്ച് അവൻ അവിടെ നിന്നു.